എല്ലാവർക്കും നമസ്കാരം. ഹരേ കൃഷ്ണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, ഓം ശിവായ. ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എപ്പിസോഡ് വയ്ക്കുന്നത്. ഞാൻ കുറച്ച് ആൾക്കാരെ സെപ്റ്റംബർ 21 കുറച്ച് പേരെ കൊണ്ടുപോകുന്നുണ്ട്. മൂകാംബികയ്ക്കാണ് കേട്ടോ. മൂകാംബിക മാത്രമല്ല, ഉടുപ്പി, അതേപോലെ തന്നെ നമ്മൾ മുരുടേശ്, ഈ 3 സ്ഥലത്തേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്രായമായാലും കുഴപ്പമില്ല, നമ്മൾ റിസ്ക് ഉണ്ട്, ഭഗവതിയുടെ അനുഗ്രഹത്തോടു കൂടി നമുക്ക് കൊണ്ടുപോവാം. കാരണം ഈ ട്രിപ്പിൽ 10 ആളെ നമ്മൾ കൊണ്ടുപോകും. ഞാനും എൻ്റെ ഹസ്ബൻഡ് അടക്കം 12 പേര് പോണത്. അത് കഴിഞ്ഞ് നമുക്ക് പിന്നത്തെ മാസം അല്ലെങ്കിൽ ടിക്കറ്റ് കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് ആൾക്കാരെ കൊണ്ടുപോവാം. അപ്പോൾ അവിടെ നമ്മൾ ഇപ്പോൾ റൂമൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അതേപോലെ നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്. 2:45 ട്രെയിനിൽ, 21 2:45 ട്രെയിനിൽ ഇവിടുന്ന് പോയാൽ അവിടെ ചെല്ലുക. അവിടെ റൂം നമ്മൾ ഇറങ്ങിയിട്ട് അവിടുന്ന് വണ്ടി വരും. വണ്ടിയിൽ കയറി നമ്മൾ ഹോട്ടലിൽ പോവുക. അവിടെ ചെന്ന് നമുക്ക് അന്നത്തെ ദിവസം കഴിഞ്ഞ് നേരെ വെളിച്ചായി തൊഴാം. അന്ന് തൊഴുതതിന് ശേഷം നമ്മൾ ഇവിടേക്കാണ് പോണത്, മുരുടേശും ഉടുപ്പിയും. അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് പോരും. 3500 രൂപയാണ് നമ്മൾ വാങ്ങിക്കണത്. അത് വളരെ കുറവാണെന്ന് എനിക്കറിയാം. കൂടുതൽ പറഞ്ഞാൽ അതും ആൾക്കാർക്കൊരു വിഷമം. അപ്പോൾ 3500 രൂപയ്ക്ക് നമ്മൾ ഒരാളെ കൊണ്ടുപോവാണ്. ഭക്ഷണമൊക്കെ നിങ്ങൾ വാങ്ങിക്കണം കേട്ടോ. ഭക്ഷണം നമ്മൾ അമ്പലത്തിൽ നിന്ന് കിട്ടും. 2 നേരം അമ്പലത്തിൽ നിന്ന് കിട്ടും. ഉടുപ്പിയിലായാലും കിട്ടും, മുരുടേശ്വരനിലും കിട്ടും. അപ്പോൾ നമുക്ക് ഭക്ഷണത്തിന് പൈസയ്ക്ക് ആവശ്യം വരില്ല. കാലത്ത് നമ്മൾ ഭക്ഷണം വാങ്ങിക്കണം. പിന്നെ ഒരു 5 മണിക്കൊക്കെ വല്ല ഭക്ഷണം വാങ്ങിക്കുക. അത്രേ വേണ്ടി വരുള്ളൂ. പിന്നെ അവിടെ അടുത്ത് തന്നെ ഇഷ്ടം പോലെ ഷോപ്പിംഗ് ഇതുണ്ട്. നമുക്ക് ഇട ദിവസമായി കാരണം എല്ലാവർക്കും പോയി വരുന്നതൊക്കെ വാങ്ങിക്കാനും എല്ലാത്തിനും സൗകര്യമുണ്ട്. ഞാനും എൻ്റെ ഹസ്ബൻഡും ശങ്കരനാരായണനും കൂടിയിട്ട് കൊണ്ടുപോകണം. അപ്പം നിങ്ങൾ ആരെങ്കിലും പോരുന്നുണ്ടെങ്കിൽ നമ്മുടെ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി, അത് ട്രെയിൻ ടിക്കറ്റ് എടുക്കാനാണ് കേട്ടോ. 3500 രൂപയും അയച്ചു തന്നു നിങ്ങൾ. ഞാൻ ഒരു കുഴപ്പമില്ലാണ്ട് ദേവിയുടെ സഹായം കൊണ്ട് നമ്മൾ കൃഷ്ണൻ്റെയും ദേവിയിലും 2 ഭക്തരാണ് ഞങ്ങൾ ഉണ്ടാവും. ഗുരുവായൂരപ്പൻ്റെയും മൂകാംബിക ദേവിയുടെയും ഭക്തരാണ് ഞങ്ങളുടെ കുടുംബം മുഴുവൻ. അപ്പോൾ നിങ്ങളെ കൊണ്ടുപോകാം, സന്തോഷത്തോടു കൂടി കൊണ്ടുപോകാനാണ് ഞാൻ നിങ്ങളെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വരൂ, ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ വരൂ. ഒന്നുകൊണ്ടും പേടിക്കാനില്ല. ഈ പ്രാവശ്യം നമ്മളെല്ലാ ഹോട്ടലും വണ്ടികളും എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് കിട്ടും. ഇവർ തന്നെ വരില്ലോ. അപ്പോൾ നമ്മൾ എല്ലാവരും വരിക. 88 48 19 12 63, 88 48 19 12 63. അനിത ശങ്കരനാരായൺ കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ വരിക. നിങ്ങൾക്ക് വല്ലതൊക്കെ സമർപ്പിക്കാണ്ടെങ്കിൽ ഒരു കാര്യം പറയാൻ പറഞ്ഞു, സാരി സമർപ്പിക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള സാരി നമ്മൾ വാങ്ങിച്ച് കൊണ്ടുവരിക. പിന്നെ അവിടെ തുണിക്കടകളിലൊക്കെ വേണ്ടതുണ്ട്. നമുക്ക് ഒരെണ്ണം വാങ്ങിക്കണമെന്നൊന്നും കുഴപ്പമൊന്നുമില്ല. ഇഷ്ടം പോലെ കടകളുണ്ട്. വാങ്ങിച്ചിട്ട് അത് നമ്മുടെ ദേവിക്ക് പൂവ് ഒരു തട്ടിൽ അല്ലെങ്കിൽ വെച്ചിട്ട് നമ്മൾ സാരി വയ്ക്കുക, അതിൽ പൂ വയ്ക്കുക, മഞ്ഞൾ വയ്ക്കുക, പൊട്ട്, അതൊക്കെ അവിടെ ചോദിച്ചാൽ കിട്ടും. അതൊക്കെ വാങ്ങിച്ച് നേരെ ദേവിക്ക് സമർപ്പിക്കുകയാണ്. സമർപ്പിച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ ഒരു കൗണ്ടറിലേക്കാണ് പോണത്. ആ കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞാൽ കാലത്തത് ചിലപ്പോൾ ഉച്ച തിരിഞ്ഞാവും കൗണ്ടറിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് 250 രൂപ, 300 രൂപ, അതേപോലെ തന്നെ 500, 2000, 4000 അവർക്ക് തോന്നിയ വില. അപ്പോൾ മിക്കതും ഒരു 250, 300 രൂപയ്ക്കൊക്കെ, 350 രൂപയ്ക്കൊക്കെ സാരി, നല്ല സാരി, കോട്ടൺ സാരികളൊക്കെ ആൾക്കാർ എടുക്കണുണ്ട് കേട്ടോ. അവർ നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ അത് ഒരു റേറ്റ് നോക്കി പറയും. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കുക. ദൈവമേ, അവിടുത്തെ ഒരു ക്യൂ കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയിപ്പെട്ട് ഒരു സാരി വാങ്ങിച്ചു കേട്ടോ. എന്നിട്ടത് വേറൊരാൾക്ക് കൊടുത്തു, സന്തോഷത്തോടു കൂടി കൊടുത്തു. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. നമുക്ക്
ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ എനിക്ക് ഇനി കുറേ സാരി മേടിച്ചിട്ട് ആൾക്കാർക്ക് ദാനം ചെയ്യണമെന്നൊക്കെ ഉണ്ട്. നമുക്ക് ഉള്ളവരൊന്നല്ല, എന്നാലും നമുക്കതൊരു സന്തോഷം. മനസ്സറിഞ്ഞ് കൊടുക്കുക എന്ന് പറയില്ലേ, അമ്മാതിരി നമുക്ക് കുറേ വളകൾ മേടിക്കാം. അത് പെട്ടി കണക്കിന് കിട്ടും, ചിലത് കുറച്ച് കിട്ടും. ആ വളകൾ മേടിച്ച് കൊണ്ടുവന്നിട്ട് നമ്മളിത് വളയും കുങ്കുമം പിന്നെ മഞ്ഞൾ ചെറിയ ഡപ്പി പിന്നെ ചിരട് ഈ മഞ്ഞളും കുങ്കുമവും ചിരടൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അല്ലേ ഒക്കെ കാണണ്ടോയെന്നറിയില്ല. ഇതാണ് കാണണ്ടോയെന്നറിയില്ല. ഇതാണ് പാക്കറ്റ്. ഉണ്ടോ? ഈ പാക്കറ്റ് ഇതേപോലെ കിട്ടും, നമുക്ക് വാങ്ങിക്കാം. ഇതൊരാളെ എനിക്ക് തന്നതാണ് അവിടെ ചെന്നിട്ട് സമ്മാനമായിട്ട്, ദേവീരെ അവിടെ നിന്ന് പൂജിച്ചിട്ട്. അതും പിന്നെ വളകൾ, കുപ്പി വളകളാണ് കേട്ടോ ആദ്യം കിട്ടുന്നത്. അപ്പോൾ കുപ്പി വളകളും ഒക്കെ നമ്മൾ ഇത് പാക്കറ്റിലാക്കിയിട്ട് അവിടെ കൊടുത്താൽ അവർ കുറച്ച് പൂവൊക്കെ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് ഇട്ട് നമുക്ക് തരണം. എന്നിട്ട് അവർ അതിൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ വരുന്നവർക്ക് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഒക്കെ വിതരുകയും കേട്ടോ. അപ്പം എനിക്ക് വളരെ സന്തോഷമായി. എന്താണെന്ന് വെച്ചാൽ ദേവീരെ പൂജിച്ചിട്ടല്ല അവർ ദാനം ചെയ്യും. അതേപോലെ തന്നെ സാരികൾ, പേന, പെൻസില്, സ്കെച്ച്, ഇനിയിപ്പോൾ സ്കെയില് എല്ലാതും കൂടിയത് എന്ന് വേണ്ട പൂവ് എന്ത് വേണമെങ്കിലും ദേവീരെ അവിടെ പൂജിച്ചിട്ട് നമുക്ക് ദാനം ചെയ്യാനുള്ള ഒരു സ്ഥലം. അത്ര സന്തോഷം. നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് അങ്ങനെ ദാനം ചെയ്യലൊരു അപൂർവം. പക്ഷേ ഇവിടെ ഞാൻ കണ്ടപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. എത്ര പാവപ്പെട്ടവരായാലും എല്ലാവരും പറയും ദേവീരെ മുമ്പിൽ അധികം മഞ്ഞിലൊന്നും ചെല്ലാൻ പാടില്ല, കല്യാണം ചെല്ലാൻ പാടില്ല എന്ന് പറഞ്ഞാലും അവിടെ ചെന്ന് കണ്ടെങ്കിൽ എല്ലാ പെൺകുട്ടികളും എന്താ പറയുക, ലിപ്സ്റ്റിക് ഇട്ടിട്ടും നല്ല ഭംഗിയുള്ള ഡ്രസ്സ് ഇട്ടിട്ടും ഒക്കെ കാണാൻ പറ്റുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം, ദേവിക്കും സന്തോഷം. അപ്പം നിങ്ങൾ വരാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ എൻ്റെയും ചേട്ടൻ്റെയും കൂടെ വരിക. 3500 രൂപ, ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി, അത് മാത്രമേ വേണ്ടൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ദേവി ശരണം, അമ്മേ ശരണം, ദേവി ശരണം.